കണിച്ചുകുളങ്ങര ദേവസ്വം അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ക്ഷേത്രത്തിന്റെ സമ്പത്തുണ്ടാക്കാനോ ഈ സപ്താഹ കമ്മിറ്റിക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കാനോ ആചാര്യന്റെ നന്മയ്ക്കോ സമ്പത്തിനോ ശാന്തികളുടെ നന്മയ്ക്കോ ഒന്നുമല്ല ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കലികാലത്ത് ജന്മം കിട്ടിയ നമുക്ക് ഏവർക്കും ഓരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും ഒട്ടേറെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നിറഞ്ഞൊരു ജീവിതം നമുക്ക് പോയാൽ എത്ര സമ്പത്ത് ആരുടെ ഉണ്ടെങ്കിലും ആ സമ്പത്ത് കൊടുത്ത് മനസ്സമാധാനം വിലയ്ക്ക് വാങ്ങി കഴിച്ച് നമുക്ക് ഉറങ്ങാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഒന്നേ ഉള്ളൂ മാർഗം. നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ കഴിഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉറക്കം വരാതെ പല രാത്രി കടന്നു പോകും. ഒരു ദിവസം നമ്മൾ തീരുമാനിക്കും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു ക്ഷേത്ര ദർശനം നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഒരു ദേവിയോ ദേവനോ ആ ക്ഷേത്രത്തിൻ്റെ തൊഴുമ്പോൾ ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ചൈതന്യമാണ് മനസ്സമാധാനത്തോടുകൂടി നമ്മുടെ ഹൃദയങ്ങളിൽ എത്തുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര സമ്പത്ത് ആരുടെ ഉണ്ടെങ്കിലും ഇതേ ഉള്ളൊരു മാർഗം എന്നുള്ള ഒരു സത്യം നിങ്ങൾക്കറിയാം. ഈ പന്തലിൽ ക്ഷമയോടുകൂടി നിങ്ങൾ ഇരിക്കണം എന്ന് എനിക്ക് അഭിമുഖത്തിൽ പറയാനുള്ള നേരത്തെ പറഞ്ഞാണ്. ആചാര്യൻ ഈ പുസ്തകത്തിൻ്റെ ഓരോ വരികളും അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഈ പുണ്യഭൂമി ഒരു ധന്യമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. കണിച്ചുകുളങ്ങര ദേവസ്വം അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ജനുവരി 7 മുതൽ 14 വരെയാണ് യജ്ഞചടങ്ങുകൾ നടക്കുക. യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം ദേവസ്വം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. വിമൽ വിജയ് വളവനാടാണ് യജ്ഞാചാര്യൻ. വി പി കുമാരൻ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. MS നടരാജൻ അശ്വതി വിഗ്രഹ സമർപ്പണവും കണിച്ചുകുളങ്ങര ദേവസ്വം സ്കൂൾ മാനേജർ ടി പ്രസന്നകുമാർ ഭാഗവത സമർപ്പണവും സുമാ വിശ്വംഭരൻ വെള്ളാപ്പള്ളി സദനം പൂജാദ്രവ്യ സമർപ്പണവും S ഷാബു VVS ഗ്രൂപ്പ് വിഭവ സമർപ്പണവും ഷാജി അമ്പഴത്തുങ്കൽ നിറപറ സമർപ്പണവും നടരാജൻ കറുകപ്പറമ്പ് കാണിക്ക സമർപ്പണവും നിർവഹിച്ചു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ മഹാവിഷ്ണു നടയിൽ നിന്നും താലപ്പൊലി വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് വിഗ്രഹഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിയത്. ദേവസ്വം ഖജാൻജി സ്വാമിനാഥൻ ചള്ളിയിൽ യജ്ഞ സന്ദേശം നൽകി. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ജനുവരി 12 ഞായറാഴ്ച രുക്മിണി സ്വയംവരം നടക്കും. ജ്ഞാന യജ്ഞം എന്ന് പറയുന്നത് സൗജന്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിത് പഠിക്കുന്നതിനൊക്കെ ഒരുപാട് നമ്മളുടെ ആദ്യകാലങ്ങളിൽ നമ്മളായിരുന്നു വേദങ്ങൾ പഠിക്കുന്നതിന്, ദിവസങ്ങൾ അറിയുന്നതിനും ഉപനിഷത്തുകൾ മനസ്സിലാക്കുന്നതിനൊക്കെ തന്നെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ പിന്നീട് അന്യം വന്നു പോവുകയാണ് ചെയ്തത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ മഹർഷിമാരായി തീരുക, സന്യാസിമാരായി തീരുക, വീട് വിട്ട് പോവുകയൊക്കെ ചെയ്യും എന്നുള്ളൊരു അബദ്ധജടിലമായ ധാരണകൾ, ഇതിനേക്കാളുപരി പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പ്രസരം, അതിനേക്കാളുപരി ഈ നമ്മുടെ രാഷ്ട്രീയം, ഇതൊക്കെ അവരിൽ സ്വാധീനം ചെലുത്തിയതോടുകൂടി ഇതൊക്കെ നമ്മളിൽ നിന്ന് അന്യം വന്നുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിന് അവരിതിൻ്റെ നമ്മൾ അതിലേക്ക് ഒരു അഴിച്ചാൽ ഉണ്ടാക്കി കൊടുത്താലും മാത്രമേ അത് അവരിലേക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. അത് ഏതെങ്കിലും ഒരു കാലത്ത് അവരിലത് തീർച്ചയായിട്ടും അവർക്കത് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന്, അതിന് ഓവർകം ചെയ്യുന്നതിന് തീർച്ചയായിട്ടും അവർക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു നിസ്സാര കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനെങ്ങനെ നമുക്ക് വിജയിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് വരാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അറിയാം, MBBS പഠിക്കുന്ന ആൾക്കാരാണ്, LLBക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും നിസ്സാര കാര്യങ്ങളുണ്ടാകുന്ന ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു നമ്മുടെ ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും അവരിൽ ഇതുപോലെ നാമജപങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള ഇതിഹാസങ്ങളുടെ അറിവോ ഉപനിഷത്തുക്കളുടെ സന്ദേശങ്ങളുടെ അറിവോ അല്ലെങ്കിൽ വേദങ്ങളുടെ അറിവോ ഒന്നും അവരിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.